എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ MCS FNCK BSc നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള വേക്കൻസിയുള്ള സീറ്റുകളിലേക്കുള്ള അലോട്ട്മെൻറ്റിനായിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ, അതായത് ഫ്രഷ് ഓൺലൈൻ ഓപ്ഷൻ രജിസ്ട്രേഷൻ വിദ്യാർത്ഥികൾക്ക് ഒക്ടോബർ 9 മുതൽ ഒക്ടോബർ 14 വരെ MCSFNCK.com വെബ്സൈറ്റ് വഴി വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. വിദ്യാർത്ഥികൾ പുതുതായിട്ട് ഓപ്ഷനുകൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു അലോട്ട്മെൻറ്റിനും അതുപോലെ തന്നെ പിന്നീട് വരുന്ന വേക്കൻസികളിലേക്കും വിദ്യാർത്ഥികളെ പരിഗണിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു വേക്കൻറ്റ് സീറ്റ് അലോട്ട്മെൻറ്റിലേക്ക് വിദ്യാർത്ഥികളെ പരിഗണിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ പുതുതായിട്ട് ഓപ്ഷനുകൾ നൽകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് MCS FNCK BSc നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള സർക്കുലർ ഈ ഒരു MCS FNCK വെബ്സൈറ്റിൽ നിലവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഒക്ടോബർ 14 വൈകുന്നേരം 5 മണി മുതൽ, അതായത് 5 മണി മുതലല്ല, ഒക്ടോബർ 9 രാവിലെ 9 മണിക്കും അതുപോലെ ഒക്ടോബർ 14 വൈകുന്നേരം 5 മണിക്കും ഇടയിലായിട്ട് അസോസിയേഷൻ വെബ്സൈറ്റ് വഴി, അതായത് MCSFNCK.com വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് ഓപ്ഷനുകൾ പുതുതായിട്ട് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. ഈ ഒരു അറിയിപ്പ് പ്രകാരം വിദ്യാർത്ഥികൾ ഓൺലൈനായിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ പുതുതായിട്ട് ചെയ്താൽ മാത്രമേ നിങ്ങളെ ഈ ഒരു അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ പുതുതായിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്തവരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും മോപ്പപ്പ് അലോട്ട്മെൻറ്റും അതുപോലെ തന്നെ പിന്നീട് കോളേജുകളിൽ ഉണ്ടായേക്കാവുന്ന ഒഴിവുകളിലേക്കുള്ള അലോട്ട്മെൻറ്റും നടത്തപ്പെടുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു സർക്കുലർ നമുക്ക് നോക്കാം. 2024-25 വർഷത്തെ BSc നഴ്സിംഗ് പ്രവേശനത്തിനായിട്ടുള്ള 7 അലോട്ട്മെൻറ്റുകൾക്ക് ശേഷം അസോസിയേഷനിൽ അംഗങ്ങളായിട്ടുള്ള കോളേജുകളിൽ ഇനിയും ഒഴിവ് വരുന്ന സീറ്റുകളിലേക്കാണ് മോപ്പപ്പ് അലോട്ട്മെൻറ്റ് ഓൺലൈനായിട്ട് നടത്തുന്നത്. ഇതിലേക്കായിട്ട് അസോസിയേഷൻ പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റിൽ, അത് 2024 റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരും എന്നാൽ മുൻപ് നടന്ന 7 ഓൺലൈൻ അലോട്ട്മെൻറ്റ് കൗൺസിലിങ്ങുകളിലും നിലവിൽ അലോട്ട്മെൻറ്റ് എടുത്ത അപേക്ഷകർ ഒഴികെയുള്ള അപേക്ഷകർക്ക് ഒക്ടോബർ 9 മുതൽ, അതായത് ഒക്ടോബർ 9 രാവിലെ 9 മണിക്കും അതുപോലെ തന്നെ ഒക്ടോബർ 14 തിങ്കളാഴ്ച വൈകുന്നേരം 5 ഇടയിലായിട്ട് നിങ്ങൾക്ക് MCSFNCK.com വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് ഓപ്ഷനുകൾ പുതുതായിട്ട് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. ഈ ഒരു അറിയിപ്പ് പ്രകാരം ഓൺലൈനായിട്ട് കോളേജ് ഓപ്ഷൻ പുതുതായിട്ട് രജിസ്റ്റർ ചെയ്തവരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും മോപ്പപ്പ് അലോട്ട്മെൻറ്റും തുടർന്ന് വരുന്ന ഈ ഒരു കോളേജുകളിലേക്ക് ഉണ്ടായേക്കാവുന്ന ഒഴിവുകളിലേക്കുള്ള അലോട്ട്മെൻറ്റും നടത്തപ്പെടുക. അസോസിയേഷൻ്റെയോ LBSൻ്റെയോ മുൻപ് നടന്ന കൗൺസിലിങ്ങുകളിൽ നിലവിൽ അലോട്ട്മെൻറ്റ് എടുത്തവർക്ക്, അല്ലാതെ അലോട്ട്മെൻറ്റ് ലഭിച്ച് അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾക്ക് ഇനിയുള്ള ഓൺലൈൻ അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതല്ല എന്നുള്ളത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. കോളേജുകളിൽ ഇപ്പോഴുള്ള ഒഴിവുകൾ മാത്രമല്ല, ഇനിയുള്ള ദിവസങ്ങളിൽ അസോസിയേഷനിൽ അംഗങ്ങളായിട്ടുള്ള കോളേജുകളിൽ ഉണ്ടായേക്കാവുന്ന ഒഴിവുകളും കൂടി മോപ്പപ്പ് അലോട്ട്മെൻറ്റിൽ ഉൾപ്പെടുത്തുമെന്നതുകൊണ്ട് നിങ്ങൾക്ക് ചേരാൻ താല്പര്യമുള്ള എല്ലാ കോളേജുകളിലേക്കും വിദ്യാർത്ഥികൾക്ക് ഓപ്ഷനുകൾ നൽകാനായിട്ട് വിദ്യാർത്ഥികൾ, അതായത് അപേക്ഷകർ ശ്രദ്ധിക്കുക. അതായത് നിങ്ങൾക്ക് വേക്കൻസി ഇല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതൊരു കോളേജിലേക്കും ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ പ്രവേശനം നേടും എന്ന് ഉറപ്പുള്ള കോളേജുകളിലേക്ക് മാത്രമേ വിദ്യാർത്ഥികൾ ഓൺലൈനായിട്ട് ഓപ്ഷൻ നൽകാൻ പാടുള്ളൂ. ഹയർ ഓപ്ഷൻ ഇപ്പോൾ ചേർന്നിരിക്കുന്ന കോളേജുകളിൽ നിന്നും വേറൊരു കോളേജിലേക്കുള്ള മാറ്റം എന്നിവ അനുവദനീയമല്ല എന്നുള്ളത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. അതായത് ഹയർ ഓപ്ഷനിലേക്കോ അല്ലെങ്കിൽ ഇപ്പോൾ ചേർന്നിരിക്കുന്ന കോളേജിൽ നിന്നും വേറൊരു കോളേജിലേക്കുള്ള മാറ്റമോ അനുവദിക്കുന്നതല്ല എന്നുള്ളത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ഒക്ടോബർ 9 മുതൽ ഒക്ടോബർ 14 വരെ ഓൺലൈനായിട്ട് സമർപ്പിച്ച ഓപ്ഷനുകൾ പരിഗണിച്ച് ഓപ്പൺ മെറിറ്റ് റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ ഒക്ടോബർ 15 ഉച്ചയ്ക്ക് 2 മണിക്ക് മോപ്പപ്പ് അലോട്ട്മെൻറ്റ് അസോസിയേഷൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. ഇപ്രകാരം അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ ഒക്ടോബർ 17 വൈകുന്നേരം 3 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾക്ക് ലഭിച്ച അതായത് നിങ്ങൾക്ക് ഏത് കോളേജിലാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചത് ആ ഒരു കോളേജിൽ എത്തി ഫീസ് അടച്ച് ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും സമർപ്പിച്ച് നിങ്ങൾ പ്രവേശന നടപടികൾ പൂർത്തീകരിക്കേണ്ടതാണ്. നഴ്സിംഗ് കോളേജുകളിലെ ഈ വർഷത്തെ ബാച്ചിനുള്ള ക്ലാസുകൾ ഒക്ടോബർ അവസാനം തുടങ്ങുമെന്നതിനാൽ എല്ലാവരും സമയക്രമം കർശനമായിട്ട് പാലിക്കേണ്ടതാണ്. മോപ്പപ്പ് അലോട്ട്മെൻറ്റിന് ശേഷം ഒഴിവുകൾ വരുന്ന പക്ഷം വിദ്യാർത്ഥികൾക്ക് അവ സ്റ്റേ വേക്കൻസികളായി പരിഗണിച്ച് മോപ്പപ്പ് അലോട്ട്മെൻറ്റ് റൗണ്ടിന് വേണ്ടി സമർപ്പിച്ച കോളേജ് ഓപ്ഷനുകളെ അടിസ്ഥാനമാക്കി അപ്പോൾ നികത്തുന്നതായിരിക്കും. അതിനാൽ സ്റ്റേ വേക്കൻസിയിലേക്ക് പരിഗണിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകളിലേക്ക് ഈ ഒരു ഘട്ടത്തിൽ തന്നെ നിർബന്ധമായിട്ടും ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ് എന്നുള്ളത് MCSFNCKയുടെ ഒരു സർക്കുലറിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതൊരു കോളേജും വിദ്യാർത്ഥികൾക്ക് MCSFNCK.com വഴി പുതുതായിട്ട് ഓപ്ഷനുകൾ നൽകേണ്ടതാണ്. നേരത്തെ നൽകിയ ഓപ്ഷനുകളൊന്നും പരിഗണിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ പുതുതായിട്ട് ഓപ്ഷൻ നൽകുന്ന വിദ്യാർത്ഥികളെ മാത്രമേ ഈ ഒരു അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുകയുള്ളൂ എന്നുള്ളത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക.
അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഇനി ഒഴിവ് വരുന്ന സീറ്റുകളിലേക്കും ഇപ്പോൾ നൽകുന്ന ഓപ്ഷൻ പരിഗണിച്ചിട്ടാണ് അലോട്ട്മെൻറ്റ് നടത്തപ്പെടുക. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് താല്പര്യമുള്ള ഏതൊരു കോളേജുകളിലേക്കും കോഴ്സ് എന്ന് പറയുമ്പോൾ BSc നഴ്സിംഗ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതൊരു കോളേജിലേക്കും ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. നേരത്തെ AIMCS FNCKY നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളും, അതായത് അലോട്ട്മെൻറ്റ് ലഭിച്ച അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും, അതുപോലെ LBSY അലോട്ട്മെൻറ്റ് ലഭിച്ച അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾക്കും പിന്നീട്, അതായത് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പിന്നീട് പങ്കെടുക്കാനായിട്ടുള്ള അവസരം ഉണ്ടായിരിക്കുന്നതല്ല എന്നുള്ളത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ AIMCS FNCKY കോളേജിൽ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് ഇനി നിങ്ങളുടെ ഹയർ ഓപ്ഷനിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു കോളേജിലേക്കോ മാറ്റം അനുവദനീയമല്ല എന്നുള്ളത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇതുവരെ അപേക്ഷിച്ച് അലോട്ട്മെൻ്റ് ഒന്നും കിട്ടാത്ത വിദ്യാർത്ഥികൾ ഇതിന് ഓപ്ഷൻ നൽകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാവിധ കോളേജും ഒക്ടോബർ 9 മുതൽ 14 വൈകുന്നേരം 5 മണിക്കുള്ളിൽ AIMCSFNCK.com വെബ്സൈറ്റ് വഴി നൽകാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.